വന്നിടുവാനവർക്കതിപ്പതി വന്നിടുക വരം തന്നിടുക വഞ്ചിത അരുളിടുവാനവർക്കതിപ്പതി വന്നിടുക വരം തന്നിടുക തന്റെ മടിയറിഞ്ഞറിയങ്ങൾ അഞ്ചിടാലേ വരം കിട്ടിടുമേ വഞ്ചിതം അരുളിടും പാനവർക്കതിപതി വന്നിടുക വരം തന്നിടുക മുന്നിലും അഖിലമേ മഞ്ഞയും മധുരിതം വില്ലയും വിലയും വചനം മുന്നിലും അഖിലമേ മഞ്ഞയും മധുരിതം വില്ലയും വിലയും വചനം ഇന്നു ധരിച്ചു ഞങ്ങൾ അങ്ങനെ തിരുവനായി വഞ്ചിതം അരുളിടും പാനവർക്കതിപതി വന്നിടുക വരം തന്നിടുക അമ്പമലർത്തുകേ കുഞ്ചതബലത്തോടെ ചെന്നിടം പരവചനം അമ്പമലർത്തുകേ കുഞ്ചതബലത്തോടെ ചെന്നിടം പരവചനം നന്ദിയോടണിയങ്ങൾ തിന്നെ വണങ്ങരും നന്ദിയോടണിയങ്ങൾ തിന്നെ വണങ്ങരും ചെയ്യണമേ ചെയ്യണമേ വഞ്ചിതം അരുളിടും പാനവർക്കതിപതി വന്നിടുക വരം തന്നിടുക വഞ്ചിതം അരുളിടും പാനവർക്കതിപതി തന്നിടുക വരം തന്നിടുക ഉൾപ്പടവിടുമെൻ ചെൽപ്പടവമൊരു ഗുരുളേറിയ അൽപ്പരേ ദർപ്പമെല്ലാം വിധി ഉൾക്കലകം കൊടി ദർപ്പമെല്ലാം വിധി ഉൾക്കലകം കൊടി അൽപ്പാലമടിയന്തോ കാട്ടിലുക വഞ്ചിതം അരുളിടും പാനവർക്കതിപതി വന്നിടുക വരം തന്നിടുക ആത്മാവിതമുഖം ചേച്ചമരുകതിവ നൃത്തരായടിയങ്ങൾ തീർന്നിടുക ആത്മാവിതമുഖം ചേച്ചമരുകതിവ നൃത്തരായടിയങ്ങൾ തീർന്നിടുക പുഷ്പമം തിരുമൊഴി കേട്ടറിഞ്ഞതും പുഷ്പമം തിരുമൊഴി കേട്ടറിഞ്ഞതും ശുദ്ധിയാകിരിപ്പാക്കണമേ വഞ്ചിതം അരുളിടും പാനവർക്കതിപതി വന്നിടുക വരം തന്നിടുക വഞ്ചിതം അരുളിടും പാനവർക്കതിപതി വന്നിടുക വരം തന്നിടുക കവിയെന്നുടനെ ചെയ്യാം കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രി നമുക്ക് ലഭിച്ച അല്പസമയം ദൈവജനത്തിലേക്കായി വിശ്വാസങ്ങൾക്കായി സ്തോത്രം. ഈ നമ്മുടെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാട്ടിലായിരിക്കുന്നു. നാട്ടിലെ ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ കാര്യങ്ങൾ നടത്തപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസപ്പോയി ചോദ്യങ്ങൾ ദൈവത്തിന് സ്തോത്രം. നീണ്ട വർഷക്കാലം കർത്താവിന്റെ പ്രദേശത്ത് വാദിച്ച കർത്താവിന്റെ വിലപ്പെട്ട ജോയി മാറ്റിയവர்கள் അതേ കർത്താവിന്റെ വിലപ്രദാസങ്ങൾ ചാക്കോ ജോർജാവുകൾ എല്ലാം ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും മാറ്റുകയും ചെയ്യും. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരിമാർക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു. അല്പസമയം നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയാം. ഇന്ന് വായിച്ച സങ്കല്പത്തിന്റെ ഒന്നാമത്തെ വാക്യം
ദയവായി ആരെങ്കിലും ഒരാൾ നമുക്ക് ശബ്ദം ഉയർത്തി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാണ്. The heaven declares the glory of God. The skies proclaim the work of Him. എന്നതിരിക്കുന്നു പറയുന്നു. ഇന്ന് കാലാത്രയുടെ യാമത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ദൈവത്തിന്റെ പാദപ്രതികൾ ആയിരിക്കുന്നു. നിങ്ങളെ പോലെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബാധ്യതകളും ഒക്കെ അഭിമുഖീകരിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എന്നെ കുറച്ച് പരിചയം മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാനിന്ന് രാവിലെ സമയം ദൈവത്തെ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു 1.5 മണിക്കൂർ സമയം പകൽ കിട്ടുമല്ലോ ദൈവത്തെ ഒന്ന് സന്തോഷിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാർ വാരി ഉതരുന്ന വചനങ്ങൾ ഗ്രഹിക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ സന്തോഷിക്കുവാനും ഒക്കെ തരുന്ന ദൈവം നൽകുന്ന അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആശ്വാസം പ്രാപിക്കുന്ന ദൈവമക്കളാണ് ഇവിടെ ആയിരിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനാശീലങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമായി മാത്രമാണോ ദൈവത്തെ കണ്ടിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാനും നിങ്ങളും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ദൈവത്തെക്കുറിച്ച് വിചാരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ സഹായിക്കുന്ന ഒരുവനായിട്ടാണ്, രോഗസൗഖ്യം തരുന്ന ഒരുവനായിട്ടാണ്. നാം എന്ത് പ്രതീക്ഷിക്കുന്നു അത് നമുക്ക് കിട്ടണം എന്നുള്ള താല്പര്യമുള്ള ഒരുവനായിട്ടാണ്, അതിന് മറുപടി കിട്ടുന്ന ഒരുവനായിട്ടാണ് നാം ദൈവത്തെ കാണുന്നത്. എന്നാൽ ഇത്രമാത്രമാണോ ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള ചിന്ത എന്ന് നാം ഒരു നിമിഷം മനസ്സിലാക്കണം. ദൈവമെല്ലാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ന്യായപ്രമാണത്തെ ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കേണമേ. ന്യായപ്രമാണത്തെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവമേ, കണ്ണുകളെ യഥാർത്ഥമായി തുറന്നാൽ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മളൊരു വലയുമായി കടലിലേക്ക് ചെന്നു, കുറച്ച് അയിലെ മത്തിയൊക്കെ പിടിച്ചോണ്ട് പോയിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യാൻ? വല എറിയുക. ദൈവത്തിന് ആഴത്തിലേക്ക് കർത്താവ് പറഞ്ഞിടം വരെ നീക്കി വല എറിഞ്ഞപ്പോൾ 153 മീൻ ഉൾപ്പെടെ പെരുത്ത മീൻകൂട്ടം വലയ്ക്കകത്ത് കയറി. ദൈവത്തിന് സ്തോത്രം. യോബിനോട് ദൈവം പറഞ്ഞു, യോബേ, നീ സമുദ്രത്തിന്റെ അതേ ഉറവടുത്തോളം ചെന്നിട്ടുണ്ടോ? നീ സമുദ്രത്തിന്റെ അതേ അടിത്തട്ടിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇത് രാത്രിയിൽ ദൈവമക്കൾ ഓർത്തിരിക്കണം, ഈ മഹാസാഗരമാകുന്ന വചനത്തിന്റെ അവയവങ്ങളിലേക്ക് ഇറങ്ങിത്തരുന്ന ദൈവമക്കൾക്ക് ഈ അവയവങ്ങളുടെ എണ്ണയങ്ങളിലുള്ള ഉത്തുച്ചിപ്പികൾ പറക്കിക്കൊണ്ടുവരുവാനായിട്ട് കഴിയും. അങ്ങനെ പുറക്കിയെടുക്കുന്ന ദൈവദാസന്മാരാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. ഇന്ന് പുലർക്കാലം ഷൈജുവിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ഞാൻ ഷൈജുവിനെ ഉയർത്തിയതല്ല, എന്നെ കഥാകാകർഷിച്ച ദൈവത്തിന് സ്തോത്രം. നല്ലൊരു മെസ്സേജ് ദൈവത്തിന് സ്തോത്രം. ഇവരെ പ്രത്യേകിച്ച് ദൈവാത്മന്മാരൊക്കെ കഴിവുള്ളവരാ. ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എവിടെയാണ് ഞാനിത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, സമുദ്രത്തിന്റെ അന്തർഭാഗത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആഴത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾക്കും മാത്രമേ ദൈവത്തിന് സ്തോത്രം ചെയ്യുള്ളൂ. അതിന്റെ അവരങ്ങളിൽ എന്തെല്ലാം ഉണ്ട് എന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം ഇങ്ങനെ നമുക്ക് തുടങ്ങാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇൻ ദ ബിഗിനിംഗ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് വായിക്കുന്നു. ആദ്യം ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്നാണ് മലയാളത്തിൽ. ഇവിടെ ഇതെല്ലാം ദൈവവചനം പഠിക്കുന്നവരാണ്. എന്നാൽ സ്വർഗങ്ങളും ഭൂമിയും ഉണ്ടാക്കി എന്നാണ് ശരിയായ ഭാഷാന്തരം. ആകാശത്തെ കുറിച്ചുള്ള പരാമർശം 8-ാം വാക്യത്തിലാണ് തുടങ്ങുന്നത്. 1:1-16 സൂര്യചന്ദ്രന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. അപ്പോൾ ആകാശം എന്നുള്ളത് 1-ാം ദിവസത്തെ സൃഷ്ടിയല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 8-ാം വാക്യം ഇന്ന് വായിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. 8-ാം വാക്യത്തിൽ നമുക്ക് ആകാശത്തെ കുറിച്ച് കാണാനായിട്ട് കഴിയും. ഈ ആകാശത്തിൽ എന്താണ് പ്രധാനമായിട്ട് ഉള്ളത്? പെട്ടെന്ന് കാണാൻ കഴിയുന്ന 2 കാര്യമാണ് സൂര്യനും ചന്ദ്രനും.
സൂര്യചന്ദ്രന്മാരെ ദൈവം എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നതിന് 14ഓളം വാക്യങ്ങൾ ഈ പുസ്തകത്തിന്റെ വിവിധ ഏടുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 33:14, 104-ാം സങ്കീർത്തനം 19-ാം വാക്യം, യെശയ്യാവ് 24:23, യോവേൽ 2:31, സങ്കീർത്തനം 135:6 എന്നീ വാക്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഒന്നിച്ച് പഠിക്കരുത്. അതൊക്കെ അതിന്റെ സ്ഥാനങ്ങളിൽ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മാത്രമേ ആ വാക്യങ്ങൾ ഗ്രഹിക്കാവൂ. ഇവിടെ എല്ലാം ആകാശത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് ദൈവത്തിന് സ്വന്തം. എന്നാൽ ഒരു കാര്യം ദൈവത്തെ ഓർക്കണം, ഈ സൂര്യനെയും ചന്ദ്രനെയും ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂമിക്ക് പ്രകാശം നൽകുന്നതിന്, ലോകത്തിന് പ്രകാശം നൽകുന്നതിന് വേണ്ടിയാണ് ഇത് നൽകിയിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ലോകത്തിലെ ജനങ്ങൾ ഇതിനെ ആരാധിക്കാനായി ദൈവങ്ങളാക്കി അവരെ തീർത്തു. ദൈവത്തിന് സ്തോത്രം. റോമക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: അക്ഷരനായ ദൈവത്തെ അവർ ക്ഷയമുള്ള പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിൽ ആക്കിക്കളഞ്ഞു. നമുക്ക് ദൈവം ഇത് തന്നിരിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയല്ല, ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം ദൈവസൃഷ്ടിയുടെ മാഹാത്മ്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ്. ആ സ്തുതിസ്തോത്രമാണ് സൂര്യനെ കാണുമ്പോഴും ചന്ദ്രനെ കാണുമ്പോഴും ഒരു ദൈവമൈതൻ ഉണ്ടാകേണ്ടത്. അറിയാതെ കൈതൂക്കി തൊഴേണ്ട യാതൊരു കാര്യവുമില്ല. ആരാധിക്കുന്നവൻ ദൈവം മാത്രമാണ്. അവരായ ദൈവത്തെ സ്തുതിക്കുന്നത്. ഇതൊക്കെ ദൈവം ജാതികൾക്കായി കൊടുത്തിരിക്കുകയാണ്. ഭൂമിയിൽ സകല പ്രശ്നങ്ങളുടെയും കാരണം, ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം, സകല പ്രശ്നങ്ങളുടെയും കാരണം ദൈവത്തിൽ സ്വന്തം വിഗ്രഹാരാധനയാണ്. റോമാലേഖനകർത്താവായ പൗലോസ് സമർത്ഥമായി അത് തെളിയിച്ചിട്ടുണ്ട്. ദൈവത്തിൽ സ്വന്തം റോമാലേഖനത്തിൽ നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്കണം. 1-ാം അധ്യായത്തിന്റെ 28 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളിൽ വിഗ്രഹാരാധന ലോകത്ത് വരുത്തിയ നാശങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ കഴിയും. മനുഷ്യൻ പറയാൻ അടയ്ക്കുന്നതായ അനവധി പാപങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കാൻ കാരണം ദൈവം അവനെ മൃഗിഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. നികൃഷ്ട ബുദ്ധിക്ക് അതൊന്നും നമുക്ക് ഒരു സഭയിൽ തിരുവചനത്തിൽ എന്തിരിക്കുന്നു എന്നൊക്കെ വായിക്കാം എന്നല്ലാതെ ശരിക്ക് അതൊന്നും വിശദീകരിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതി വളരെ മോശമായ കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കാനുള്ള പ്രധാന കാര്യം വിഗ്രഹാരാധനയാണ്. സ്വന്തം കൃപയാൽ നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നാൽ സത്യദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം തന്ന ദൈവത്തെ കൈകൾ ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം പറയട്ടെ. എനിക്ക് സത്യത കൊണ്ടുകൂടെ കൈകൾ ഉയർത്തി ഏതാണ്ട് നടക്കേണ്ട പോലെ കൈ ഉയർത്തരുത്. എനിക്ക് സത്യദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ അപ്പത്തിൽ എനിക്ക് ദൂരന്നതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അവനാണ് സത്യ ദൈവം. അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. സാത്താൻ പരീക്ഷിക്കാൻ യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ പരീക്ഷയുടെ ചോദ്യം ചോദിച്ചപ്പോൾ യേശു ജയിച്ചു, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. കല്ലും മരത്തെയും തുണ്ടത്തെയും വിറകുമുട്ടിയെയും ഈ അല്പസമയത്ത് ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ വെണ്ടരിത്തോട്ടത്തിലെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. വിഗ്രഹങ്ങൾ പോലെ അല്ല നമ്മുടെ ദൈവം. അവൻ വിളിച്ചാൽ വിളികെട്ടുന്നവനാണെന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ കയ്യെത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ സങ്കടപ്പെട്ടാൽ അടുത്തു വരുന്നവനാണ്. നീ കണ്ണുനീര് തൂകിയാൽ നിന്റെ കണ്ണുനീര് തുറച്ചു കളയുന്നവനാണ്. നിന്നെ വിളിക്കുന്നവനാണ് ദൈവം. നീ ദൈവത്തെ അറിയാൻ ആഗ്രഹത്തിന്റെ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് അവനവർ തത്വത്തിന്റെ മുദ്രയും തേജത്തിന്റെ പ്രഭയുമാകുന്നു. അദൃശ്യനായ പ്രതിമയും അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതകമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം അവങ്കലേക്കും ആകുന്നു. അവൻ സകലത്തിന്റെയും ആധാരമാകുന്നു. അവൻ സകലത്തിനും സകലവുമാകുന്നു. ഇത് വിശ്വസിക്കുന്ന ദൈവങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ.
ലേഖനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ and was a child is born and was a son is given the government shall be upon his shoulder. അവന് അത്ഭുതമന്ത്രി, ധീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. ഈ കർത്താവിന്റെ പേരുകൾ അന്വർത്ഥമായി ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവമക്കളോട് ദൈവത്തെ സ്തുതിക്കട്ടെ. 4 പേര് കൂടി നിൽക്കുന്നുണ്ട്. എന്റെ കർത്താവ് വലിയവരെന്ന് പറയാൻ ധൈര്യമുള്ള ദൈവമക്കൾ കഴിയുന്ന ദൈവത്തെ സ്തുതിക്കണം. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാത്ത ദൈവത്തിന്റെ മക്കളെ. ഞാൻ ഈ മുതൽ ബസ്സിൽ ധാരാളം യാത്ര ചെയ്യുന്നതാണ്. ബസ്സാണല്ലോ എന്റെ വാഹനം. ഞാനിങ്ങനെ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ അറിയാതെ സ്വന്തം പറഞ്ഞു. അറിയാതെ സ്വന്തം പറയാൻ സ്വന്തം പറയേണ്ട കാര്യം വന്നു. അടുത്ത സീറ്റിലിരുന്ന ഒരു സഹോദരൻ എന്നെ ശ്രദ്ധിച്ചു. അയാൾ സഹോദരനാണെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഈശ്വരനില്ല എന്നെ പറ്റി ശരിക്കും അത് ശരിക്കും ഒരു കാലിലേക്കാണ് തോന്നി. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞു അതെ ചോദിച്ചു. അപ്പൊ എനിക്ക് പരിചയപ്പെടാനൊരു കാര്യമാണ്. ഞാൻ ചോദിച്ചു ഏതാ മനസ്സിലായില്ലല്ലോ ദൈവത്തിൽ. എന്നോട് പറഞ്ഞത് എന്നറിയാമോ ദൈവത്തിൽ? ഞാനൊരു മുസ്ലിമാണ് ദൈവത്തിൽ. പക്ഷേ യേശു കർത്താവിന്റെ വചനം എന്നെ ഹടാലാകർഷിച്ചു ദൈവത്തിൽ. ഞാൻ യേശു കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് 4 കുടിയന്മാരെ കൊണ്ടാടി എന്റെ കുടുംബത്തിൽപ്പെട്ട ഇവർ 4 പേരും ഇന്ന് കർത്താവിനെ അത് ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഇതിൽ കൂടെ ഒരു സാക്ഷ്യം വേണോ? ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയാൽ നെഞ്ചോട് കൈവച്ച് പറയണം, അവനാണ് ദൈവം. നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആകാശത്തിലേക്ക് പോകാം. ആകാശത്തിൽ ധാരാളമായ കാര്യങ്ങൾ ദൈവമക്കളെ ദൈവം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. യോബിന്റെ പുസ്തകം 38, 31 മുതൽ 37 വരെയുള്ള 33 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചിട്ടുള്ളത് മനസ്സിലാക്കി. ദൈവത്തിന് ശ്രദ്ധിച്ചേക്കണം. കാർത്തികയുടെ കല്യാണം നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങളെ നിനക്ക് അഴിക്കാമോ? നിനക്ക് രാജ്യചക്രത്തെ അതിന്റെ കാലത്തിന് പിടിപ്പിക്കാമോ? സപ്തർഷിയെയും മക്കളെയും നിനക്ക് നടത്താമോ? ശ്രദ്ധിച്ചു കേൾക്കണം. ആകാശത്തിലെ നിയമങ്ങളെ നിനക്കറിയാമോ? അതിന് ഭൂമിയിലുള്ള സ്വാധീനം എന്താണെന്ന് അറിയാമോ? ഇനി എന്നോട് ശ്രദ്ധിക്കണം. അവരെന്നത് കാർത്തികയെ മകയിലും ഒക്കെ നാളാണെന്നറിയാം. അശ്വതി മുതൽ മകൻ നഖം വരെയുള്ള മകനല്ല, നഖം വരെയുള്ള നാളുകളെ കുറിച്ചൊക്കെ ഈ ഇതിനകത്ത് 2 നാൾ ഏതായാലും ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ 2 നാൾ പറയുന്നത് ഒരു കുറ്റവുമില്ല. ഇല്ല. എന്താണ്? കാർത്തിക. നാളെ വിളിച്ചു പറയല്ലേ? കാർത്തിക. പിന്നെ എന്താണ്? മകയിരം. ഇവൻ ചോദിച്ചു കാർത്തികയുടെ നമ്മൾ വയ്ക്ക് എല്ലാ ബന്ധനങ്ങളും അഴിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ ഈ ബന്ധനം അഴിക്കാമെന്ന് ആരും പറയരുത്. ഇത് ദൈവം ബന്ധിച്ച ബന്ധനമാണ്. ഞാൻ 40 ദിവസം ഉപവസിച്ച് ഈ ബന്ധനം അഴിഞ്ഞു മാറുമെന്ന് പറഞ്ഞ് കാർത്തികയുടെ ബന്ധനം മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ മാറത്തില്ല. 1001 ദിവസം ഉപവസിച്ചിരുന്നാലും മാറത്തില്ല. കാരണം അത് ദൈവം ബന്ധിച്ച ബന്ധനമാണ്. അതിൽ പറഞ്ഞാൽ ധൈര്യമുള്ളവർ പറഞ്ഞാൽ ദൈവം ബന്ധിച്ച ബന്ധനം. പിന്നെ അടുത്തത് മകയിരത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കാമോ? അതും അഴിക്കത്തില്ല. സഹോദര, ദൈവം ബന്ധിച്ചതിനെ നമുക്ക് അഴിക്കാൻ പറ്റത്തില്ല. ദൈവം അഴിച്ചതിനെ നമുക്ക് ബന്ധിക്കാനും പറ്റത്തില്ല. ബന്ധിക്കാൻ പറ്റാത്ത പലതും വേദപുസ്തകത്തിലുണ്ട്. നമ്മളൊക്കെ 11 ദിവസം അടക്കാനായിട്ട് കർത്താവേ അന്ധകാരത്തിന്റെ ശക്തിയെ ബന്ധിക്കുന്നു എന്ന് പറയാറുണ്ട്. സത്യത്തിനൊന്ന് ചിന്തിച്ചേച്ച് പറയണം. ദൈവവചനത്തിനോ ദൈവവചനത്തിനോ ബന്ധനം ഇല്ല. ആത്മാവിൽ ബന്ധിക്കപ്പെടാം, പക്ഷെ ആത്മാവിനെ ബന്ധിക്കാൻ പറ്റത്തില്ല. പല
ദൈവമക്കളെ തെറ്റിദ്ധരിക്കരുത്. ആത്മാവിൽ നാം ബന്ധിക്കപ്പെടാം, പക്ഷെ ആത്മാവിനെ ബന്ധിക്കുവാൻ ആത്മാവിനെ ബന്ധിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതും ബന്ധിക്കാൻ കഴിയത്തില്ല. അടുത്ത ഒരാളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ദയവായിട്ടാണ് രാശിചക്രം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? പിന്നെ സപ്തർഷി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ സപ്തർഷി? സപ്തർഷി എന്ന് പറഞ്ഞാൽ 7. സപ്തർഷി എന്ന് പറഞ്ഞാൽ 7 നക്ഷത്രം കണ്ടിട്ടുണ്ടോ? 7 നക്ഷത്രം ഒന്നിച്ച് നിൽക്കും. മക്കളായിട്ട് കുറച്ച് നക്ഷത്രങ്ങൾ ചുറ്റുപാടിൽ കാണും. ഈ പുള്ളിയാണ് സപ്തർഷി എന്ന് പറയുന്നത്. ആ തെളിഞ്ഞ ആകാശത്തിലേക്ക് നോക്കി നിൽക്കണം. ചന്ദ്രികയുള്ള ദിവസത്തിൽ വേറൊന്നും ചിന്തിക്കാതെ ഒന്ന് നോക്കി നിൽക്കണം. ഇങ്ങനെ നോക്കി നിന്നാൽ ദൈവത്തെ നമ്മൾ അറിയാതെ കുതിച്ചു പോകും. വായിച്ചാട്ടെ. ആകാശത്തിലെ നിയമങ്ങൾ സഹോദര, ഇതൊക്കെ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് നിൽക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം അവിടെ വന്ന് ജഗജപ്പത്തോട് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ മറന്നു കാണത്തില്ല. 50 എന്നെത്തി 20 പൂജ്യം വലത്തോട്ടിട്ടാൽ അതാണ് ഭൂമിയുടെ തൂക്കം. ടണ്ണ്, അത്രയും ടണ്ണ്. അത് ഈ നമ്മുടെ വിശുദ്ധമായ കണ്ണുകൊണ്ട് നാം പഠിക്കുന്ന ഈ ഭൂമിയുടെ തൂക്കമാണ്. ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആകാശത്തിൽ ഗാലാക്സികളുണ്ട്. നക്ഷത്ര വ്യൂഹത്തെയാണ് ഗാലാക്സികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള വ്യൂഹങ്ങളുടെ കൂട്ടത്തെയാണ് നോവ എന്ന് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര കോടി അതേ ഗാലാക്സികളിൽ നോവകളും ഈ അന്തരീക്ഷത്തിലുണ്ട്. ഇതൊന്നും ചെറിയ കല്ലല്ല, നോക്കണം. ഭൂമിയേക്കാൾ 10 മടങ്ങ് ലക്ഷം ടണ്ണ് അതേ ഭാരമുള്ള ഗോളങ്ങളാണ് ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ വാക്കാൽ നിൽക്കുന്നത്. ഫോട്ടോ പറയാൻ തോന്നുമല്ലോ. എന്നാലും നടക്കരുത് പറഞ്ഞേ. ദൈവങ്ങളൊക്കെ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഇതാണ് വലിയവനായ ദൈവത്തിന്റെ ആ വലിയ ശക്തി. ഓർക്കണം ദൈവത്തിന് സ്വന്തം. അപ്പൊ ഈ ദൈവത്തെ നാം കാണുന്നത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് സ്വന്തം ഈ ദൈവം അത്ഭുതവാനായ ദൈവമാണ്. ദൈവത്തിന് ആകാശത്തിൽ നിയമങ്ങളുണ്ട്. ഇനി എനിക്ക് അതിനെക്കൂടി വിശദീകരിക്കാൻ സമയമില്ല. അടുത്ത വാക്യഭാഗത്തേക്ക് ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റു വാക്യം വായിച്ചാട്ട് യോബിന്റെ പുസ്തകം 37ന്റെ 21ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വായിച്ചാട്ടെ. ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. മലയാളമാണ് അങ്ങനെ. എന്റെ കയ്യിൽ ഇരിക്കുന്ന ട്രാൻസ്ലേഷൻ ആകാശത്തിൽ ഇപ്പോൾ സൂര്യനെ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അടുത്ത വാക്യങ്ങൾ ഒന്ന് വായിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ വാക്യങ്ങൾ വായിച്ചാട്ട് 37 മുതൽ 23 മുതൽ വായിച്ചാട്ട്. 37ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർണ്ണശോഭ പോലെ ഒന്ന് ആകാശത്തിന് വടക്കു നിന്ന് വെളിപ്പെട്ടു വരികയാണ്. ഏതാ ഈ സ്വർണ്ണശോഭ? സൂര്യന് പ്രകാശത്തെ നിർഭമാക്കിക്കൊണ്ട് ഈ സ്വർണ്ണശോഭ എങ്ങനെ വരുന്നു? ഇത് ദൈവ സാന്നിധ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവ തേജസ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പകൽക്കാലത്തെ ആരാധനയെങ്കിൽ, ഈ രാത്രിയിലെ ആരാധനയെങ്കിൽ ദൈവ തേജസ് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. കർത്താവേ, ഇവിടെ ദൈവ തേജസ് വെളിപ്പെടണം. എന്തോ അക്ഷരീയമായ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദേവാലയത്തിന്റെ പ്രതിഷ്ഠയിൽ സകലം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആലയം തേജസ് കൊണ്ട് നിറഞ്ഞു. തേജസ് കൊണ്ട് നിറയപ്പെട്ടതായിരിക്കുന്ന ആലയത്തിൽ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ നിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഇടയിലൊക്കെ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാകണം. ശുശ്രൂഷിച്ചില്ലേലും വേണ്ടിയാണ് ആരാധനയും സ്തുതിസ്തോത്രവും ആത്മാവിന്റെ ശക്തിയോട് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നേന്. വർഷിപ്പെന്ന പേര് വർഷിപ്പെന്നുള്ളതാണെങ്കിൽ ആരാധന ഉയരണം. ദൈവത്തിന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടത് അവസാനിപ്പിക്കാൻ ദൈവത്തിന് അതുപോലെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അങ്ങനെയെങ്കിൽ അക്ഷരത്തിന്റെ ശുശ്രൂഷ കാണാത്ത
തേജസ് വ്യാപിച്ചെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷയിൽ എത്രയധികം വലിയ ശുശ്രൂഷ വ്യാപിക്കേണ്ടതാണ്. ദൈവവചനം പാടുമ്പോൾ, ദൈവവചനം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം ആരാധിക്കുമ്പോൾ, ദൈവവചനം പ്രബോധനം പറയുമ്പോൾ, ശുശ്രൂഷകന്മാർ ശുശ്രൂഷിക്കുമ്പോൾ വലിയ തേജസ്സിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരാരാധന കഴിഞ്ഞു പോകുമ്പോൾ വളിച്ച മുഖവുമായി ആരും കടന്നു പോകരുത്. മുഖം തേജസ് കൊണ്ട് നിറയപ്പെടണം. മൂടുകൊണ്ടമൊക്കെ വലിച്ച മാറിയ തേജസ് അവരെ മുഖത്ത് വെളിപ്പെടണം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുവാൻ ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. സമയം വേഗം തിരികെയാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓർക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം കൂടെ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ബന്ധനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഓർപ്പിച്ചു വിടാൻ പ്രയത്നം. ദൈവം ബന്ധിച്ചതാണെങ്കിൽ സമ്പന്നത്തെ നമുക്ക് അഴിച്ചുവിടാനായിട്ട് കഴിയത്തില്ല. ദൈവം വിചാരിച്ചതിനെ കഴിയത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞ 4-ാം അധ്യായം 8-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദത്തിൽ വായിക്കാം. 8-ന്റെ 4. നിന്റെ നിരോധിത കാലം തികയുമ്പോൾ നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കുവാൻ ഞാനിതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു. കെട്ടുക എന്ന് പറഞ്ഞാൽ കയറുകൊണ്ട് നിന്നെ ബന്ധിക്കുന്നു. ആരെ ബന്ധിച്ചു? യഹോവയായ ദൈവം ബന്ധിച്ചു. ആരെ ബന്ധിച്ചു? ഹസ്കൽ പ്രവാചകനെ ബന്ധിച്ചു. ഒരു പ്രവാചകനെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ ദൈവം കെട്ടിവെച്ചു. ഇരമ്യാവ്, എസ്കേൽ, ദാനിയേൽ ഇവർ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമകാലീനരായ പ്രവാചകന്മാരായിരുന്നു. വലിയ പ്രവാചകന്മാർ. ഇരമ്യാവ് കാവൽപ്പുര മുറ്റത്ത് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കുടിച്ച് കൂട്ടു ശുശ്രൂഷകന്മാരുടെ അടിയും നിന്നയുമേറ്റ് കാവൽപ്പുര മുറ്റത്ത് ചെളിക്കുണ്ടിനകത്ത് കിടക്കുമ്പോൾ ദൈവത്തിൽ സ്വന്തം ദാനിയേൽ രാജകൊട്ടാരത്തിലെ വലിയ ഉദ്യോഗസ്ഥനായി അവിടുത്തെ ആഹാരമൊക്കെ വിശുദ്ധിയുടെ പ്രമാണം കാത്ത് ഭക്ഷിച്ച് ദൈവത്തെ സ്തുതിച്ചു ആരാധിച്ചു വലിയ ഗമയിൽ നടക്കുകയാണ്. എന്നാൽ എന്റെ ഭാഷ പറഞ്ഞാൽ ഒരു ബൈബിൾ കോളേജിൽ ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച ഈ യരമ്യാവും ഏറത്തേലും ദാനിയേലും അല്ലേ, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ 3 പേർക്കും 3 ശുശ്രൂഷയാണ്. ഒരുത്തരും കഷ്ടത്തിന്റെയും ഞെരുക്കത്തിന്റെയും വെള്ളം, ഒരുത്തരം ദൈവത്തിന് സ്വന്തം വലിയ ഐശ്വര്യമായ ശുശ്രൂഷ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, എസെക്കിയേൽ ഇതിനേക്കാൾ കഷ്ടപ്പിടിച്ച കാര്യം. അവനോട് പറഞ്ഞു, ആഹാരം അവന്റെ ലിമിറ്റ് ചെയ്തു. ഇഷ്ടം പോലെ കുടിക്കാൻ പറ്റത്തില്ല. വെള്ളം കുടിക്കുന്നത് ലിമിറ്റ് ചെയ്തു. കുടിക്കാൻ സമയമില്ല. പിന്നെ ആഹാരം പാചകം ചെയ്യാം. ദൈവനോട് പറഞ്ഞു കേൾക്കണോ, മാനുഷികപരമായ കാഷ്ടത്തിന്മേൽ വെച്ച് നീ അത് ഉണക്കി അത് അതിന്മേൽ വെച്ച് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. ഓർത്തുണ്ടി ഭാഷ തെറ്റിപ്പോയി അങ്ങനെ ദൈവം പറയത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പുസ്തകം വായിച്ചു നോക്കണം. ഇത്രയും കണ്ടപ്പോൾ എന്നെ കൂടാൻ പറഞ്ഞ് നെഞ്ച പഠിച്ചോണ്ട് പറഞ്ഞു, എന്റെ കർത്താവേ ഞാനത് ചെയ്യത്തില്ല, എനിക്കത് പറ്റത്തില്ല. ദൈവം പറഞ്ഞോക്കെ എന്നാ പറ്റത്തില്ലെങ്കിൽ ചില കാര്യമൊക്കെ നമുക്ക് ദൈവം നമ്മളെ ഇറച്ചു തരും. അങ്ങനെ ഇറച്ചു തരുന്ന പല കാര്യമുണ്ട്. ദൈവം അടിച്ച് നമുക്ക് പിന്നെ പറയാം. ദൈവത്തിന് സ്വന്തം അതിലില്ലാതാണ്. ഈ ദൈവാനം അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എന്നാലേ മനുഷ്യപരമായ കാഷ്ടത്തിന് പകരം ഞാൻ നിനക്ക് പശുവിൻ ചാണകം അനുവദിച്ചിരിക്കും. അപ്പൊ ഏകദേശം തൃപ്തിയായി. ഉടനെ ഒഴിവാക്കൂടെ, നിന്റെ കണ്ണിന്റെ ആനന്ദമായ നിന്റെ ഭാര്യയെ ഒറ്റയടിക്ക് നിന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് ഞാൻ എടുത്തു കളയും. പക്ഷെ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ പാടില്ല. ദൈവത്തിലെ ശുശ്രൂഷയുടെ കട്ടിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടെ നടക്കിയ ഹല്ലേലൂയ വഴങ്ങി സ്തോത്രം പറയും. ദൈവത്തെ തുതിക്കുക ആരാധിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും ശുശ്രൂഷകർക്കറിയാം ശുശ്രൂഷ പ്രയാസമുള്ളതാണ്. ദൈവത്തിന് അവൻ പറഞ്ഞതിന് അപ്പുറവും ഇപ്പുറവും മാറാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞു, നീ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇസ്രായേൽ മക്കളുടെ അകൃത്യം നിമിത്തമാ നിനക്കിത് വന്നിരിക്കാൻ നീ ചിലപ്പോൾ തിരിഞ്ഞു പോകും. മനുഷ്യനല്ലേ, എത്ര നേരം ഇങ്ങനെ കിടക്കുന്നത്? എത്ര നാളായി ഇത് അനുഭവിക്കുന്നത്? എത്ര നാളായി ചിഹ്നം കൊണ്ട് നടക്കുന്നത്? എത്ര നാളായി രോഗം കൊണ്ട് നടക്കുന്നത്? എത്ര നാളായി ഞെരുക്കം കൊണ്ട് നടക്കുന്നത്? ആരും സഹായിക്കാനില്ല, തിരിഞ്ഞു പോകും. പക്ഷേ നീ തിരിയാതിരിക്കാൻ
എനിക്കിവിടെ ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ തോന്നുന്നുണ്ട്. നീ തിരിയാതിരിക്കാൻ, ഈ സഭജപത്തിൽ തിരിയാതിരിക്കാൻ അവരെ ദൈവം തമ്പുരാൻ കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ചില കെട്ടുകൾ നിന്റെ മുമ്പിൽ നീ കാണുമ്പോൾ എനിക്കിതൊരു വിടുതലില്ലയോ, ഈ ബന്ധനത്തിൽ എനിക്കൊരു വിടുതലില്ലയോ, എനിക്കിതൊരു മാറ്റമില്ലയോ, എല്ലാവരും സന്തോഷിക്കുന്നത് പോലെ എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ലയോ, എല്ലാവരും ആരാധിക്കുന്നത് പോലെ കെട്ടഴിഞ്ഞ് എനിക്ക് ആരാധിക്കാൻ പറ്റത്തില്ലയോ, എല്ലാവരും ദൈവത്തെ പുകഴ്ത്തുന്നത് പോലെ എല്ലാ ഭാരങ്ങളും മറന്ന് എനിക്ക് ദൈവത്തെ തുതിക്കാൻ കഴിയത്തില്ലയോ എന്നോർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ സഹോദര, ഇത് ദൈവം തന്ന കെട്ടാണ്. അവൻ സമയമാകുമ്പോൾ അത് അഴിച്ചു മാറ്റുമ്പോൾ യാതൊരു സംശയമില്ല. വിശ്വസിക്കുന്ന ദൈവങ്ങൾ അല്പസമയം ദൈവത്തെ ആരാധിച്ചാണ്, അല്പസമയം ദൈവത്തെ ആരാധിച്ചാണ്. ചില കെട്ടുകൾ നമ്മൾ അറിയാതെ ജീവിതത്തിൽ അത് ഭവിച്ചിട്ടുണ്ടാകാം. ആ കെട്ടുകൾക്കായി ദൈവത്തെ അല്പസമയം ദൈവത്തെ ആരാധിച്ചാണ്. കെട്ടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ചില കെട്ടുകളെ ഏൽപ്പിച്ചിരിക്കുക. എന്തിനു വേണ്ടി ഈ കത്തേൽപ്പിച്ചിരിക്കുന്നു? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി ഉപവസിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥയാക്കുവാൻ, സഭയ്ക്ക് വേണ്ടി ഉപദേശിക്കുവാൻ നിന്നെയാണ് ദൈവം കണ്ടത്. നിനക്ക് ഈ കഷ്ടം തന്നില്ലെങ്കിൽ, ഈ കെട്ട് തന്നില്ലെങ്കിൽ നിന്റെ സ്വാർത്ഥത്തിന്റെ ഓർമ്മയും കുറയും, നിന്റെ സാക്ഷ്യത്തിന്റെ പൗരം കുറയും, നിന്റെ പ്രബോധനത്തിന്റെ കിരീടം കുറയും, നിന്റെ ഗുണങ്ങളും സകല ഗുണങ്ങളും ദൈവത്തെ ആക്കി വച്ചിരിക്കുകയാണ്. ദൈവം ഈ പകർക്കാലം ജീവിക്കുന്നു. ഒരു കാര്യമാണ്, കെട്ടിയവൻ കിട്ടിയാൽ ഒരിക്കലും നീ ശീലിക്കത്തില്ല. അവനഴിച്ചോളും. 34 വർഷമായി കെട്ടിയ പല കെട്ടുകൾ എന്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇന്ന് പകൽക്കാലമുള്ളത് പറയാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ എന്നെ സാക്ഷ്യം വിളിച്ചു പറയുന്നതായി വരും. ഒരാളും ഇടത്തോട്ട് നോക്കിയാൽ സഹായിപ്പാനില്ല, ഒരത്തോട്ട് നോക്കിയാൽ സഹായിപ്പാനില്ല. എന്റെ ദൈവമായ കർത്താവ് പലപ്പോഴും എന്നെ കെട്ടിയിട്ടുണ്ട്. സർവശക്തനായ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഈ കെട്ടുകളെ അതിജീവിച്ചവർ ദൈവകൃപകൊണ്ട് മാത്രമാണ്. വിശ്വസിക്കുന്ന ദൈവങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ്. സാത്താൻ വിചാരിക്കും ഈ കെട്ടുകൊണ്ട് അവൻ ഒഴുങ്ങി. ഇല്ല, സാത്താനെ, ഇത് ദൈവം കെട്ടിയ കെട്ട. അവൻ നോക്കിക്കോളും. യേശുവിന്റെ നാമത്തിൽ അവൻ നോക്കിക്കോളും. നിനക്ക് എന്റെ മേൽ അധികാരമില്ല. എന്റെ പ്രാർത്ഥന കുറയത്തില്ല, എന്റെ സ്തോത്രത്തിന്റെ സന്നിധി കുറയത്തില്ല, എനിക്ക് ദൈവം നൽകിയ വെളിപ്പാടുകൾ കുറയത്തില്ല, ദൈവം നിയോഗിക്കുന്ന ശുശ്രൂഷകൾ കുറയത്തില്ല. മുഴുവൻ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ ദൈവത്തെ സ്തുതിക്കണം. അതൊന്നും കുറയത്തില്ല. ഏറ്റുകൊണ്ടത് കവിച്ചാൽ ദൈവമാണ് എന്നെ കെട്ടിയിരിക്കുന്നത്. ദൈവദാസന്റെ പറഞ്ഞതായ സമയം ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനിക്കാൻ നേരമായി ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിക്കാൻ. ആകാശത്തിൽ മറ്റു ചില ദൈവങ്ങളുണ്ട്. 13 വാക്യത്തിൽ വായിക്കും. ഒന്ന് വായിച്ചാൽ പൂർത്തിയായ വാക്യം ബൈബിളോട് എളുപ്പം വായിച്ചാട്ട്. കർത്താവിനോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ എവിടെയാണ് ഇറങ്ങി വരും? വരണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ കോട്ട് ഓഫ് ടുഗദർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചവാൾ. ജീവനുള്ളവരും മരിച്ചവരും രൂപാന്തരം പ്രാപിച്ചവരും ഒന്നു ചേർന്ന്
ആകാശമണ്ഡലത്തിൽ ഒരു കൂടിക്കാഴ്ചയുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവങ്ങളാണല്ലോ ഈ സഭായോഗത്തിൽ ഇരിക്കുന്നത്. ഉണ്ടോ ദൈവത്തിന്റെ വൈദ്യുതി? കാണും ഞാൻ യേശു രാജനെ കാണും വിജയമെന്ന് പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അത് സ്നാനപ്പെട്ടു ചുമ്മാതെ. അതെ, സ്വന്തം ഞാൻ ജീവിക്കുന്നു, എന്റെ വീട്ടുകാരി ബന്ധുക്കോസിലായുണ്ട്, ഞാനും ബന്ധുക്കോസിൽ അല്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാം ഇസ്രയേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായിരുന്നു, വാസ്തവങ്ങളും കന്യരായിരുന്നു, പരദേശികളായിരുന്നു. ദൈവത്തിന്റെ വൈദ്യനെ ഇപ്പോൾ നാം ഇതിനെല്ലാം അടുത്തു വന്നിരിക്കുകയാണ്. ഒരു വലിയ വരവേൽപ്പും ആ മധ്യാകാശത്തിലുണ്ട്. അത് ഞാൻ കാണുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സഹോദര, കണ്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. ദൈവത്തിന് സ്വന്തം കാണണം. ഇനിയും ഇതിനപ്പുറത്ത് ചെന്നാൽ ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. മൂലപടാക്കങ്ങൾ കത്തിയൊഴിയുവാൻ ഈ ആകാശം തീയിക്കായി, ഈ ഭൂമി തീയിക്കായി ദൈവം വെച്ചിരിക്കുന്നു. ഇത് ഉന്മൂലനാശമായി മാറിപ്പോകും. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. ആ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പുതിയൊരു ജലമെന്ന വിശുദ്ധ നഗരം അന്താഴ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കൈകളുയർത്തി ദൈവത്തെ തുണിക്കാട്ടെ. അവിടെ നാം ദൈവത്തോടു കൂടെ ആയിരിക്കും. വിശ്വസിക്കുന്ന ദൈവത്താൽ സമയം കൂടെ ഒരു മിനിറ്റോടെ ദൈവത്തെ ആരാധിക്കാട്ടെ. എന്റെ കർത്താവ് വരും. സ്വർണ്ണസഭ പോലെയുള്ള അവന്റെ തേജസ് മുഖാമുഖമായി കണ്ട് തേജോരൂപികളായി നാം ദൈവത്തെ ആരാധിക്കും. ആ ദിവസം സമാഗതമായിരിക്കും. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകണം.